ഇന്നിപ്പോൾ കണ്ടർ രാജീവർ പറഞ്ഞൊരു കാര്യം, മുമ്പ് ഇത് കൊണ്ടുപോകുമ്പോൾ താൻ അനുമതിയൊന്നും കൊടുത്തിട്ടില്ല, പുറത്ത് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് രാജീവർ പറയുന്നത്. പ്രസിഡന്റ് പലപ്പോഴും പറഞ്ഞത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഞാൻ തന്ത്രിമാരെയൊന്നും വിവാദത്തിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്ത്രിമാരും ദേവസ്വം ബോർഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ആ ബന്ധം അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടെ, റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട്. അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം പുതിയ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഞങ്ങൾ കൈമാറും. നേരത്തെ SP-യുടെ മുന്നിൽ അത് കൈമാറിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരം വിവാദത്തിലേക്ക് ഞാനില്ല. അത് പുതിയ അന്വേഷണ സമിതി പരിശോധിക്കട്ടെ, പരിശോധിച്ച കാര്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പോഴും ഞാൻ പറയുന്നു, തന്ത്രി പരസ്യമായിട്ട് പറഞ്ഞല്ലോ. പക്ഷേ ഞാനത് പറയില്ല, പറയാൻ പാടില്ലല്ലോ ഞാൻ. പക്ഷേ ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. കൃത്യമായ ഇപ്പോഴത്തെ തന്ത്രി അല്ലെങ്കിൽ നേരത്തെ തന്ത്രി അതെല്ലാം ഞങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അത് അന്വേഷണ സമിതി പരിശോധിക്കട്ടെ. ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു പുതിയ അന്വേഷണ സമിതിയെ കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞാനത് അവരെ മുന്നിൽ അത് പറയും. ഒരു വിവാദത്തിലേക്ക് ഞാനില്ല. പക്ഷേ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമിതിക്ക് മുന്നിൽ, ഈ പുതിയ അന്വേഷണ സമിതിക്ക് ഞങ്ങളിൽ റെക്കോർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവിൽ ഈ ഭരണസമിതിയുടെ കാര്യത്തിലും ചില സംശയം പറയുന്നതാണ്. അതായത് 2025 അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഒരു ഉത്തരവിറക്കുകയാണ്. ഇത് ഇവിടെ വെച്ച് തന്നെ ചെയ്യണം, സ്മാർട്ട് ക്രിയേഷൻ അതിന് യോഗ്യതയുള്ള ഒരു കമ്പനിയല്ല. പക്ഷേ 8 ദിവസം കൊണ്ട് ആ മെയിൽ അദ്ദേഹം പിൻവലിച്ചതായി പറഞ്ഞു. അത് ദുരൂഹമായിട്ടാണല്ലോ പറയുന്നത്. ഒരു ദുരൂഹതയില്ല, അത് നിങ്ങൾക്ക് തോന്നുന്ന ദുരൂഹതയാണ്. അതിലൊരു ദുരൂഹതയില്ല. അത് തിരുവാഭരണം കമ്മീഷണർ പുതുതായി വന്ന ഉദ്യോഗസ്ഥനാണ്. പുതുതായി വന്ന ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് അയക്കുന്നു. അദ്ദേഹം തന്നെ വീണ്ടും 8 ദിവസത്തിന് മാറ്റി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞ അതെല്ലാം വരട്ടെ. അതെല്ലാം അദ്ദേഹം അത് പിൻവലിച്ചതിൽ ഒന്നും അസ്വാഭാവികമായിട്ടില്ല. പിൻവലിച്ചതിൽ അദ്ദേഹം ഞാൻ ആ റിപ്പോർട്ട് കണ്ടു. ആ പിൻവലിച്ചതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഞങ്ങൾ സംസാരിച്ചു. ബന്ധപ്പെട്ടപ്പോൾ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. പ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആധികാരികമായ സ്ഥാപനമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതോടുകൂടി വീണ്ടും അടുത്ത റിപ്പോർട്ട് ഞങ്ങൾ അയക്കുന്നു. അപ്പോൾ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടു എന്നുള്ള സത്യമല്ലേ? സത്യമല്ലെന്ന് ആരാ പറഞ്ഞു? ഞങ്ങൾ തിരുവാഭരണം കമ്മീഷണർ വാറണ്ടി ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബന്ധപ്പെട്ടു. അകത്തൊക്കെ ഇവിടെ പരസ്യമായിട്ടുള്ളതല്ലേ? തിരുവാഭരണം കമ്മീഷണർക്ക് അത് അറിയില്ലായിരുന്നു. ഈ വാറണ്ടി പുതുതായി വന്ന ഉദ്യോഗസ്ഥരല്ലേ? നേരത്തെ ഉണ്ടായിരുന്നത് സുനില എന്ന് പറയുന്ന തിരുവാഭരണം കമ്മീഷണറായിരുന്നു. അതിനുശേഷമാണ് പുതിയ ഉദ്യോഗസ്ഥനാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷനാണ്. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. നിങ്ങളിനി എന്ത് പറഞ്ഞാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചില മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അഭേദ്യമായ ബന്ധമുണ്ടോ എന്ന് വരുത്താനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മാത്രമല്ല ഒരു അവതാരങ്ങളുമായും ഈ ബോർഡിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ബോർഡിന് ബന്ധമുണ്ടായിരുന്നു, നിങ്ങൾ അടുത്ത ചോദ്യം നിങ്ങൾ അതായിരിക്കും വരാൻ പോകുന്നത്. അതെല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബോർഡിലെ ആളുകൾക്കും അവരുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ അന്വേഷണ സമിതി വന്നിരിക്കുകയല്ലേ, അവർ പരിശോധിക്കട്ടെ. അപ്പോൾ ചെമ്പ് ആയി മാറിയത് സത്യമാണല്ലോ. സ്വർണം ഉണ്ടായിരുന്നു സത്യമാണല്ലോ. കാരണം ഞങ്ങളുടെ SP പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശി പാളി എന്നാണല്ലോ. അപ്പോൾ അതിന് മുമ്പുള്ള ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഉത്തരവാദിത്വം. ഭരണസമിതി എന്ന് ഞാൻ പറഞ്ഞു, അതൊക്കെ പരിശോധിക്കട്ടെ. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് ഞങ്ങളുടെ SP ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് അറിയാതെ, ഈ ഭരണസമിതി അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രം അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് പറയുന്നത് പത്മകുമാർ പറയാതെ അറിയാതെ ഒരു ഉത്തരവും ഞങ്ങൾ ഇറക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വിവാദത്തിൽ ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രം പഴിചാരി നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് മാത്രം അങ്ങനെ ഇപ്പോൾ PS പ്രശാന്ത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടന്നാൽ സ്വാഭാവികമായും താങ്കൾ അതിൽ ഇടപെടില്ല, തടയില്ലേ? ഞാൻ പറയുന്നത് ഇപ്പം ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ആധികാരികമായ റിപ്പോർട്ട് എന്താ? ഞങ്ങളുടെ SP ഞങ്ങൾക്ക് തന്നെ ഇടക്കാല റിപ്പോർട്ടല്ലേ. ആ റിപ്പോർട്ടിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ പങ്കും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ഞാൻ നടപടിയെടുത്തു. ഇനി ആ ഉദ്യോഗസ്ഥൻ അന്തിമ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചും നടപടി ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതൊക്കെ അന്വേഷിക്കാനാണ് പുതിയ അന്വേഷണ സമിതി ഉള്ളത്. അത് അന്വേഷിക്കട്ടെ, അവർ കണ്ടെത്തട്ടെ. എനിക്കതിൽ പങ്കുണ്ടെങ്കിൽ പോലും ഞാൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്. എനിക്കതിൽ പങ്കുണ്ടെങ്കിൽ പോലും എന്നെയും ശിക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതിനപ്പുറം ഞാൻ ഒന്നും പറയാനില്ലല്ലോ. ഞാൻ പറയുന്നത് അന്വേഷിക്കണം. അതിനാണല്ലോ ഇപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താ?
99 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം സമഗ്രമായി അന്വേഷിക്കട്ടെ. സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ എല്ലാം വരില്ലേ? അത് ബോർഡായാലും വരും, ഉദ്യോഗസ്ഥന്മാരുടെ ആയാലും വരും, എല്ലാം വരുമല്ലോ. അത് ഞാൻ പറയുന്നത് എൻ്റെ പങ്കുപോലെ അന്വേഷിക്കേണ്ടത്. അതിലെന്താ കുഴപ്പം? ഇനിയിപ്പോൾ മണ്ഡലം അതിനുള്ളത് തീർത്ഥാടനം തുടങ്ങണം. അപ്പോൾ ഈ ഒരു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പുതിയ ജാഗ്രത അല്ല, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ എന്തായാലും കോടതി ഒരു സമഗ്രമായ ടീമിനെ വച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോടല്ല പറയാനുള്ളത്, പ്രധാനമായും പ്രതിപക്ഷത്തോടും ഈ ദേവസ്വം ബോർഡിൻ്റെ രക്തത്തിനും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ രക്തത്തിനും വേണ്ടി ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടല്ല ഒരു ഏജൻസി വെച്ചത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? കോടതിയുടെ ആവശ്യപ്പെട്ടിട്ടാണ് ഒരു സമഗ്രമായ അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത്. എങ്ങനെ? കോടതിയുടെ നിരീക്ഷണത്തിൽ. അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ആ റിപ്പോർട്ട് കോടതി സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി ആയതുകൊണ്ട് കൃത്യമായും ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിക്കും. കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അതുവരെയെങ്കിലും ഈ ശബരിമല മഹോത്സവം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കുറേ പണികൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതിനൊന്ന് അനുവദിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്. അദ്ദേഹം പറയാണ് ഏതോ കോടീശ്വരൻ്റെ വീട്ടിൽ അതിരിക്കും. അദ്ദേഹം ആരുടെ വാക്ക് പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് ചോദിച്ചിട്ടല്ലേ? ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആരോപണം ഏറ്റെടുത്തിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 4 കിലോ സ്വർണം കെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം. അപ്പോൾ ഏതോ ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, പ്രതിപക്ഷം വിളിച്ച് ചോദിച്ചാൽ മതി ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് പ്രതിപക്ഷം ചോദിച്ചാൽ മതി. എന്തായാലും എനിക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് അങ്ങനെ ചോദിക്കാനുള്ള ബന്ധങ്ങളൊന്നുമില്ല. ആ കച്ചവടത്തിന്റെ ഇടനിലക്കാരൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അതൊക്കെ അന്വേഷിക്കട്ടെ. പക്ഷെ അദ്ദേഹം അതൊക്കെ അന്വേഷിക്കട്ടെ. താങ്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന വിവാദമാണ്. താങ്കൾ നിരന്തരമായി ഞങ്ങളെ കാണുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഈ വിവാദ കാലത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ കമാന്നൊരക്ഷരം ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലേ? ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, വരട്ടെ, അന്വേഷണം വരട്ടെ. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊന്നും അത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, പറയാനും പാടില്ല. അതെ, ഇപ്പോൾ പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ രാജി മാത്രം ഉദ്ദേശിച്ച് വരുന്ന ഒരു ആരോപണമാണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അതിൽ വസ്തുതയുള്ള കാര്യങ്ങളല്ലേ? വസ്തുതയുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞത് എന്താ, കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണ സമിതി പുറത്തു വന്ന സാഹചര്യത്തിൽ അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? അല്ല, എൻ്റെ ചോദ്യം, ഈ കോടതി പ്രഖ്യാപിച്ച ഈ അന്വേഷണ സമിതിയിൽ എന്തെങ്കിലും അഭിപ്രായത്വമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. പ്രതിപക്ഷ നേതാവ് അത് പറയണം. ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ച അന്വേഷണ സമിതിയിൽ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും അഭിപ്രായത്വമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഇല്ലെങ്കിൽ ആ അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ പ്രതിപക്ഷ നേതാവ് സഹകരിക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ളത്? ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അന്നും നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയല്ലേ. പക്ഷേ മുൻ ഭരണസമിതിക്ക് എന്തൊക്കെയല്ലോ ചിലത് മറക്കാൻ അദ്ദേഹമൊക്കെ അവരൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണല്ലോ താങ്കൾ. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. അപ്പോൾ ഉദ്യോഗസ്ഥരെ മാത്രം അങ്ങനെ ബലിയാടാക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ? നമുക്ക് നോക്കാം, അതെല്ലാം വരട്ടെ. 6 ആഴ്ച കൂടി ക്ഷമിക്കൂ, ഒരു 6 ആഴ്ച കൂടി ക്ഷമിക്കൂ.